നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ? 11 തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റിൽ മത്സരിച്ച ഒരാൾ പാർട്ടി വിട്ടു പോകാൻ നിൽക്കുകയാണ്. പാർട്ടി മുഖ്യമന്ത്രിയാക്കിയ ആളുകൾ പാർട്ടി വിട്ടു പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ 8ഉം 10ഉം 11ഉം 14ഉം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടും അവരുടെ സീനിയോറിറ്റിയെ, സർവീസിനെ മാനിച്ച് പാർട്ടി ഇത്തരം അവസരങ്ങൾ കൊടുത്തിട്ടും അവരുടെ മുന്നോട്ട് അവർക്ക് ശരിക്കും അവരിൽ നിന്ന് ഇനി ഒരു പ്രൊഡക്ഷൻ ഇല്ല. റിസൾട്ട് ഓറിയൻറ്റഡായിട്ട് പ്രായം കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും ഇല്ലാത്ത സന്ദർഭത്തിൽ പോലും പുതിയ മേച്ചിൽപ്പുറം തേടുന്ന ഒരു കാലഘട്ടമാണ്. അത്തരമൊരു സന്ദർഭത്തിൽ ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന ആളുകൾ ഇനി കോൺഗ്രസ് പാർട്ടിയുടെ മാത്രമല്ല മറ്റു പാർട്ടികളെടുത്തു സ്ഥിരമായി മത്സരിക്കുന്ന ആളുകൾക്ക് അവർ മത്സരിക്കണമെന്ന് തന്നെയാണ്. അവർക്കൊന്നും ആഗ്രഹം തീരുന്നില്ല. അപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ 39 വർഷമായി വിദ്യാർത്ഥി കാലഘട്ടം മുതൽ ഞാനിതിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അവിടെ പൊതുവായി ഒരു സ്ഥാനാർത്ഥി പുതിയതായി പരിഗണിക്കുന്നു എന്ന് വരുമ്പം എനിക്കതിനുള്ള മെറിറ്റ് ഉണ്ടെന്നും 100% എനിക്ക് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പൊതുനിരത്തിലിറങ്ങി നടന്നു പറയുമല്ലോ ചെയ്തത്. ഞാൻ ആദ്യം തന്നെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, അദ്ദേഹം മത്സരിക്കാത്തൊരു സാഹചര്യം ഉണ്ടായാൽ എൻ്റെ ഒരു ബയോഡാറ്റ നിങ്ങൾ പരിശോധിക്കുക. ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് 10 വർഷമായി ഞാൻ ഡിബേറ്റിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഈ കേരളത്തിൽ നടന്നിട്ടുള്ള നിരവധി യാത്രകളിൽ മുഴുവൻ സമയം കാൽനടയായി നടന്നതാണ്. രാഹുൽ ഗാന്ധിക്കൊപ്പം നടന്ന ആളാണ്. 4080 കിലോമീറ്റർ. ഞാൻ നടന്നതുകൊണ്ട് സീറ്റ് തരണമെന്നല്ല പറയുന്നത്. ഈ 38-39 വർഷം എന്നെ ഏൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളിലും കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും വ്യക്തമായി, കൃത്യമായി, സിൻസിയറായി ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് അവസരം കിട്ടിയ ആളുകൾ മാറുന്നു എന്ന് കേൾക്കുമ്പോൾ അവിടെ ഞാനോ എന്നെപ്പോലെയുള്ള മറ്റാളുകളോ അത് ആഗ്രഹിക്കുന്നതിൽ എങ്ങനെയാണ് തെറ്റ് പറയാൻ കഴിയും? ഇപ്പോൾ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ, ഇപ്പോൾ ഒരു സീറ്റ് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ BJP പോകുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അല്ല, അങ്ങനെയൊക്കെ പറയുന്ന നേതാക്കളുണ്ട്. പക്ഷെ എന്നെപ്പോലെ അല്ലെങ്കിൽ കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർ പൊതുവായിട്ടും, ഞാൻ മാത്രമല്ല, നമ്മളൊക്കെ മരിച്ച് മണ്ണടിഞ്ഞ് ചാരമായി എവിടെയെങ്കിലും കൊണ്ട്, ഇപ്പം എൻ്റെ വിശ്വാസപ്രകാരം ശിവഗിരിയിൽ പാവനാശത്ത് കൊണ്ടുപോയി ഒഴുക്കുന്ന ഒരു കാലത്തും നമ്മുടെ ഒരു ബ്ലഡ് കോൺഗ്രസ്സാണ്, നമ്മുടെ ഒരു പാരമ്പര്യം കോൺഗ്രസ്സാണ്, എൻ്റെ കുടുംബം കോൺഗ്രസ്സാണ്. നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല പ്രായം എന്ന് വിശേഷിപ്പിക്കാവുന്ന വിദ്യാർത്ഥി യുവജന കാലഘട്ടം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടിയാണ്, വീടിനും വീട്ടുകാർക്കും അപ്പുറം പാർട്ടിക്ക് വേണ്ടിയാണ് ചിലവഴിച്ചത്. നാളെയും അങ്ങനെ തന്നെയാണ്. അതിനപ്പുറം അതിന് സീറ്റ് കിട്ടുന്നതും കിട്ടാത്തതൊന്നും പ്രശ്നമല്ല.